ജമ്മു കാശ്മീരിലെ അനന്ത്നാഗിൽ സുരക്ഷാ സേനയ്ക്ക് നേരെ ഭീകരാക്രമണമുണ്ടായി. വെടിവെപ്പിൽ ജമ്മു കാശ്മീർ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു. ലഷ്കർ അനുകൂല സംഘടനയാണ് ആക്രമണം നടത്തിയത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നന്ദന നമുക്കൊപ്പം ചേരുന്നു. നന്ദന, എന്താണ് ഇത് സംബന്ധിച്ച് നൽകുന്ന വിശദീകരണം? ഈ ആക്രമണ സംഭവം എപ്പോഴാണ് ഉണ്ടായത്? ഭീകരവാദികൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. സജിത്, ജമ്മു ആൻഡ് കാശ്മീരിലെ അനന്ത്നാഗിൽ ലാൽ ചൌക്കിനടുത്ത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 ഈ ഒരു വെടിവയ്പ് ഉണ്ടാവുന്നത്. ബൈക്കിലെത്തിയ തീവ്രവാദി അമർനാഥ് യാത്രയുടെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. അതിൽ 35 വയസ്സ് മാത്രം പ്രായമുള്ള ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈൻ ഖുറേഷി എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഇദ്ദേഹം ബുദ്ഗാം സ്വദേശിയാണ്. ലഷ്കർ ഇ തോയ്ബയുടെ ഷാഡോ സംഘടനയായ ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഈ ഒരു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തിലും മുൻപേ ഈ ഒരു റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ പങ്കാളിത്തം ഉണ്ടായിരുന്നതായി നമുക്ക് അറിയാവുന്നതാണ്. അമർനാഥ് യാത്രയുടെ പശ്ചാത്തലത്തിൽ വൻ സുരക്ഷാ സേനയാണ് ഈ ഒരു ലാൽ ചൌക്ക് ടൗണിൽ വിന്യസിച്ചിട്ടുള്ളത്. ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും പോലീസുകാർ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശത്ത്. സജിത്ത്, അതാണ് സാഹചര്യം. എന്തായാലും രാജ്യത്തെ ഞെട്ടിക്കുന്ന ഭീകരാക്രമണമാണ് ഉണ്ടാവുന്നത്. റെസിസ്റ്റൻസ് ഫ്രണ്ട് പെഹൽഗാം തീവ്രാക്രമണ സമയത്തും ഉത്തരവാദികളാണെന്ന് കണ്ടെത്തിയതാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട്. പെഹൽഗാം സംഭവത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് വീണ്ടും ഒരു ഭീകരാക്രമണം മേഖലയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ജാഗ്രതയിലാണ് പ്രദേശം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.